ഹലോ ഗൈസ്, നമുക്കിന്നൊരു പോർക്ക് കറിയുടെ റെസിപ്പി കണ്ടാലോ. അപ്പോൾ അതെ, ആദ്യം തന്നെ തീയെല്ലാം കത്തിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒരു ചട്ടിയെല്ലാം വെച്ച് കൊടുത്തു. നമ്മൾ ചെറുതായി ഞുറുക്കിയ പോർക്ക് നന്നായി 2-3 വട്ടം കഴുകിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും അതുപോലെ തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഒരു 2-3 തിളപ്പിച്ചതിന് ശേഷം ആ വെള്ളം ഒന്ന് ഊറ്റിക്കളയും കേട്ടോ. അതിനുശേഷം ആ ഇറച്ചി എടുത്ത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് ഒരു 2 വിസിൽ അടിച്ച് നന്നായി വേവിച്ചെടുക്കും കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്യുന്നത് ചിലർക്കൊക്കെ പോർക്ക് കഴിച്ച് കഴിയുമ്പോൾ തലവേദനയൊക്കെ വരും കേട്ടോ. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതേ നമ്മുടെ നെയ്യെല്ലാം ഇറങ്ങി പോർക്കെല്ലാം നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതേ ചട്ടിയിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് പെരിഞ്ചീരകം കേട്ടോ. അപ്പോൾ പെരിഞ്ചീരകം നന്നായി പൊട്ടി വരുമ്പോൾ തന്നെ നമ്മൾ 1/4 കിലോയോളം ചെറിയ ഉള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ സവോള ഉപയോഗിക്കുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നമ്മൾ ഓൾറെഡി ഇറച്ചിയിൽ ഉപ്പെല്ലാം ചേർത്തത് കൊണ്ട് തന്നെ നമ്മൾ വീണ്ടും ആ ഉപ്പ് നോക്കിയതിന് ശേഷം മാത്രം ഉള്ളി വാട്ടാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു 3 പച്ചമുളക് കീറിയതും അതുപോലെ തന്നെ ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് നന്നായി ഇളക്കി നമ്മുടെ ആ ചെറിയ ഉള്ളിയെല്ലാം ഒന്ന് നന്നായി വഴണ്ട് വരുമ്പോൾ നമ്മൾ ആവശ്യത്തിന് ചതച്ച മുളകും അതുപോലെ തന്നെ മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുത്തത്. അതെല്ലാം ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം മല്ലിപ്പൊടിയും ആവശ്യത്തിന് മുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി നമ്മൾ ഓൾറെഡി ഇറച്ചിയിൽ ചേർത്തിട്ടാണ് വേവിച്ചത്, അതുകൊണ്ടാട്ടോ പിന്നീട് ചേർക്കാത്തത്. അതിനുശേഷം ആ കൂട്ടിലേക്ക് നമ്മുടെ ഇറച്ചിയെല്ലാം വേവിച്ചത് ചേർത്ത് കൊടുത്തു. എന്നിട്ട് ഇത് നന്നായി ഇളക്കി കൊടുക്കുക കേട്ടോ. ഇളക്കി അങ്ങനെ ഇത് ഒരു ചെറിയ ഫ്ലെയിമിൽ ഇട്ട് വയ്ക്കാം. അപ്പോൾ അതിൻ്റെ നെയ്യെല്ലാം നന്നായി ഉരുകി അതിൽ തന്നെ നന്നായി വഴണ്ട് വരും കേട്ടോ. അപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ കിട്ടും. അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മല്ലിയിലയെല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ഇറച്ചിയാണ് കേട്ടോ ഈ തിളച്ച് മറിയുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.